ഹായ് ഓൾ, നീറ്റ് 2024 നെക്സ്റ്റ് സൺഡേ ആണ്. അപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഫൈനൽ പ്രിപ്പറേഷൻ, ഫൈനൽ റിവിഷനിലൊക്കെ ആയിരിക്കും തോന്നുന്നു. അപ്പൊ ഈ ഒരു വീക്ക്, ഇനിയുള്ള ഒരു 7 days എന്ത് ചെയ്യണം, എന്തൊക്കെ മറന്നു പോയത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഈ 4 ദിവസം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അറിയാത്ത കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. എനിക്ക് ആ ഇക്വേഷൻസ് വെച്ചാൽ അറിയില്ല, ഈ ഇക്വേഷൻസ് വെച്ചാൽ അറിയില്ല, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അത് നിങ്ങൾ ഒന്നും കൂടെ ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി ഫോർമുല ഷീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്യുക. സിമ്പിൾ ആണ്. പിന്നെ ബയോളജി എന്തായാലും ഒരു ദിവസം ബയോളജി എന്തായാലും വായിച്ചിരിക്കണം. എല്ലാ ദിവസവും ബയോളജി വായിക്കണം. ഇപ്പൊ 4 ദിവസം ആയതുകൊണ്ട് ഈ ബയോളജി ഫുൾ ചാപ്റ്റേഴ്സ് എന്താ സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 ദിവസം കൊണ്ട് വായിച്ചു തീർക്കണം. പിന്നെ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഇതേ സെയിം റിവിഷൻ ആണ്. റിവിഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 day ഫുൾ എന്താ പറയുക +1ഉം 1 day ഫുൾ +2 ആയിരിക്കണം. എന്നിട്ട് എന്താ പറയുക ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കംപ്ലീറ്റ് ആയിട്ട് ഈ 2 ദിവസം കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്തെടുക്കണം. നിങ്ങൾക്കൊണ്ട് അത് പറ്റും. കാരണം നിങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചത് മൊത്തം ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ എന്തായാലും പറ്റും. പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഹാൾ ടിക്കറ്റിനെ പറ്റിയാണ്. ഹാൾ ടിക്കറ്റ് ഏകദേശം വെനസ്ഡേ, തേഴ്സ്ഡേ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇപ്പൊ ഹാൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ സെന്റർ നോക്കണം. സെന്റർ നിങ്ങൾ ആദ്യമേ അനലൈസ് ചെയ്യണം എവിടെയാണ്, എന്നിട്ട് എനിക്ക് എത്ര ദൂരം ഉണ്ട്, അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. അല്ലാതെ അന്ന് രാവിലെ പോയിട്ട് ഇതായിരുന്നു സ്കൂൾ, അപ്പൊ എനിക്ക് എത്ര ദൂരം എത്താൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ ഇതാണ് സ്കൂൾ, അപ്പൊ എനിക്ക് മാപ്പ് നോക്കിയിട്ട് എത്ര ദൂരമുണ്ട്, അപ്പൊ നിങ്ങൾ ആദ്യമേ അതൊക്കെ നോട്ട് ചെയ്ത് അതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കണം. പിന്നത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഡ്രസ് കോഡിനെ പറ്റിയാണ്. ഡ്രസ് കോഡ് എങ്ങനെ ഇടണം, ലൈറ്റ് ഡ്രസ്സസ് ഇടണം, ലൈറ്റ് ആയിട്ടുള്ള കുർത്തീസ്, ബട്ടൺസ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ടീഷർട്ട്സ് യൂസ് ചെയ്യാം, പക്ഷെ ബട്ടൺസ് പാടില്ല, കോളർ പാടില്ല, പാൻസ് യൂസ് ചെയ്യുമ്പോൾ പോക്കറ്റ്സ് പാടില്ല, ബെൽറ്റ് പാടില്ല, ഷൂസ് പാടില്ല. യൂസ് സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ സിമ്പിൾ പാൻസ് ട്രാക്സ് ഒക്കെ പോലത്തെ പാൻറ് യൂസ് ചെയ്യുക. പിന്നെ ബോയ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹാഫ് സ്ലീവ് ടീഷർട്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും, ലൈറ്റ് കളർ ടീഷർട്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗേൾസ് ആകുമ്പോഴും അങ്ങനെ ലൈറ്റ് കളേഴ്സ് ഉള്ള ഡ്രസ്സസ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫുഡിനെ പറ്റിയാണ്. ഹെൽത്തി ഫുഡ് കഴിക്കുക. ഈ ഒരു 7 ദിവസം നിങ്ങൾ നന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നല്ല ചൂടാണ്, അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ബോഡീനെ ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോരോ നിമിഷം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സ്ലീപ്പ്, ഉറക്കത്തിനെ പറ്റിയാണ് പറയാനുള്ളത്. ഇത്രയും കാലം നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ ഈ ഒരു കുറച്ച് ദിവസം നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ടൈം ഉറങ്ങാൻ യൂസ് ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. നിങ്ങളുടെ ബോഡിക്ക് നന്നായിട്ട് റെസ്റ്റ് ആവശ്യമുള്ളതുകൊണ്ട് ഏകദേശം ഒരു 10 ഉറങ്ങിയിട്ട് ഒരു 4-5 ഒക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതുപോലെ ഒരു 7 hour എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നത്തെ കാര്യം, ഈ ഒരു വീക്ക് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഇത്രയും കാലം നിങ്ങൾ പഠിച്ചൊക്കെ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും എഴുതാൻ കിട്ടും. ആ ഒരു കോൺഫിഡൻസ്. പിന്നെ ഈ നീറ്റ് എനിക്കുള്ളതാണ്, എനിക്ക് എന്തായാലും ഒരു മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പോടെ പഠിക്കുക. കോൺഫിഡൻസ് ഒരിക്കലും കളയരുത്. അത് നിങ്ങൾ നീറ്റ് എഴുതി കഴിയുന്നത് വരെ, അതിൽ റിസൾട്ട് വരുന്നത് വരെ ആ കോൺഫിഡൻസ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. പിന്നെ കൂളായിരിക്കുക, എപ്പോഴും ചില്ലാവുക, എന്താ പറയാ, ടെൻഷൻ അടിക്കാതിരിക്കുക. അതറിയില്ല ഇതറിയില്ല അങ്ങനെ പേടിക്കേണ്ട. നിങ്ങൾ എന്താ കൂളായിട്ടിരിക്കുക. പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർമുല ഷീറ്റ്സ് എല്ലാ ഇക്വേഷൻസ്, ഓരോരോ ഇക്വേഷൻസ് അനുസരിച്ചിട്ട് ഫോർമുല ഷീറ്റ്സ് നോക്കിയിട്ട് പഠിച്ച് അത് ഇതാക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഓരോ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക, മറന്നു വരുത്. പിന്നെ സോൾവ് ചെയ്യേണ്ട സമയം എപ്പോഴാന്ന് വെച്ചാൽ നീറ്റിന്റെ ടൈമിൽ തന്നെ 2 to 5:30 വരെ നിങ്ങൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. അതുവരെ നിങ്ങൾ ഇരിക്കണം. എക്സാം ഹാൾ പോലെ നിങ്ങളുടെ റൂമും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം, സ്റ്റഡി റൂം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നത്തെ കാര്യം എക്സാമിന്റെ അന്നത്തെ പറ്റിയാണ്. എക്സാമിന്റെ തലേന്ന് രാത്രി നിങ്ങൾ ഏകദേശം 10 ഉറങ്ങിയിട്ട് ഒരു 6 അല്ലെങ്കിൽ 5 എഴുന്നേൽക്കുക. എന്നിട്ട് നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബയോളജി നിങ്ങൾ ഫുൾ എന്താ പറയുക +1 +2 ജസ്റ്റ് ഓരോരോ പേജ് മറിച്ച് നോക്കുക. അല്ലാണ്ട് വായിച്ചിരിക്കരുത്. വായിച്ചിരിക്കാനുള്ള ടൈം നിങ്ങൾക്കില്ല. നിങ്ങൾ ജസ്റ്റ് മറിച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, ഓടിയെത്തും. അപ്പൊ അങ്ങനെ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്യുക, മനസ്സിലോട്ടാകും. അപ്പം വരുമ്പോൾ എന്നുള്ളത് നോട്ട് ചെയ്യുക. പിന്നെ ഫോർമുല ഷീറ്റ്സും ജസ്റ്റ് നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, രാവിലെ തന്നെ ഫ്രഷ് ആവുക. ഫുഡ് എന്താ പറയുക, പൊരിച്ച് അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാതിരിക്കുക. വെജിറ്റബിൾസ്, അങ്ങനത്തെ സാലഡ്സ് ഒക്കെ പോലത്തെ ഹെൽത്തി ഫുഡ്സ് കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ എന്താ പറയുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. പിന്നെ നീറ്റ് നന്നായിട്ട് എഴുതുക. നിങ്ങളുടെ കോൺഫിഡൻസ് ഒരിക്കലും കളയരുത്. ഓൾ ദ ബെസ്റ്റ്.